ഹലോ ആമോ ഹലോ ഹലോ മേരി എടി മേരി എടി നീ ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടരുത്. എന്നാ ഞങ്ങള് കാര്യം പറ. നമ്മള് സാം മരിച്ചത് ഫോൺ വന്നു. സാമ നമ്മുടെ സാമൂല്. അയ്യോ നിങ്ങൾ കള്ളു കുടിച്ചു വന്ന് ചുമ്മാ പിച്ചും വയും പറയരുത് കേട്ടോ. അവൻ വരുന്നുണ്ടെന്നാണല്ലോ ഇന്ന് രാവിലെയും കൂടെ അന്നെ എന്നോട് പറഞ്ഞത്. അല്ല, സത്യമായിട്ടും ഇപ്പൊ ഫോൺ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ പറഞ്ഞു സാമൂല് മരിച്ചു പോയത്. അയ്യോ സത്യമായിട്ടോ? എന്റെ കർത്താവേ. കരയില്ല അമ്മച്ചി. എന്റെ അമ്മച്ചി നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കല്ലേ. ആ ചാച്ചാ ഒന്ന് പറയല്ലേ. നമ്മുടെ കോശിച്ചായന്റെ അടുത്തേക്കാണ് ആദ്യമായിട്ട് ഈ ഫോൺ കോൾ വരണത്. അതും ഹിന്ദിയില്. അതിർത്തി വെച്ച് വെടിയേറ്റ് മരിച്ചെന്നാ കേട്ടത്. ആണോ? നിസാര കാര്യമുള്ളന്നേ. അതിർത്തി തർക്കം അത് പറഞ്ഞു തീർക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അത് എത്തിച്ചേർന്നത് വെടിയില്ല. അത് കഷ്ടമായി പോട്ടോ. അല്ല, ഈ ബോഡി എപ്പോഴാ കൊണ്ടുവരുന്നത്? അത് പെട്ടെന്ന് കിട്ടുന്നേ. സ്പെഷ്യൽ വിമാനമൊക്കെ ഉള്ളതല്ലേ. അതിനിപ്പോ വിമാനം ഇപ്പൊ എവിടെ ഇറക്കാനാന്നേ? നമ്മുടെ ഉതുപ്പാഞ്ചേട്ട കട്ടത്തിൽ ഇറക്കാലോ മാഷേ. അതെങ്ങനെ ശരിയോ? അവിടെ കപ്പ ഇട്ടേക്കുമല്ലേ. കപ്പയൊക്കെ നമുക്ക് പറക്കണവേ. കപ്പയാണോ വലിയ വിഷയം? അല്ല മാഷേ? ആ ചുമ്മാ കപ്പ വലിയ കപ്പ വിഷയം തന്നെയാ. കണ്ടട്ടെ, ഒരു മരണ വീടിന്റെ ഓളൊന്നുമില്ല അല്ലേ? അത് ശരിയല്ലേ. പടതമുണ്ടുണ്ട്. അവിടെ വെച്ചോ. കെട്ടണ്ടേ? ഞാൻ പറയാം. പോയി മാക്സിമം ഓടിയിടുന്ന ഓട്ടിട്ടിരുന്നോ. ഒന്നിനൊരു കുറവ് വരുത്തരുത്. അതില് പിന്നൊരു കാര്യം, ഇതൊരു മരണ വീടാണെന്ന് ഓർമ്മ. നമ്മളായി യാതൊരു കുറവും വരുത്താൻ പാടില്ല. പിന്നെ പാർട്ടിക്ക് വേണ്ടി നീ ഒരു ദൗത്യം ഏറ്റെടുക്കും. എപ്പോ ഏറ്റെടുത്തു ചോദിച്ചാൽ മതി. എന്താ ദൗത്യം? സാധനം പോയി എടുത്തിട്ട് അതെ, പാർട്ടി പോലെ സന്ദർഭോചിതമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് നമ്മുടെ ഈ വഴക്കനാ. ഒരാളെ പോയി പത്ര റിപ്പോർട്ടർ ഞാൻ വിളിച്ചിരുന്നു. പത്രം പ്രിന്റിങ് കഴിഞ്ഞാ പറഞ്ഞേ. അതല്ല വിശദമായിട്ട് നാളെ കൊടുക്കാം. അല്ല, ഈ പ്രതീക്ഷ ഒന്നും വന്നില്ലേ? നേരത്തെ കാലത്തൊന്നും അവർ വരൂല്ലല്ലോ. അതെ, നമുക്ക് അന്നയുടെ വീട്ടിലൊന്ന് അറിയിക്കണ്ടേ? വേണം വേണം. ആശാന്താ, ഇല്ല ലേറ്റ് ആവത്തില്ല. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ശരി. പെട്ടെന്ന് വിട്ടേരെ. ചേട്ടാ, സിനിമ സ്റ്റോപ്പ് ചെയ്യണോ? വേണ്ട. ഇനി സിനിമ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അത് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം കൂടി വന്ന് സിനിമ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കേബിളെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കാം. നീ ഇതേ ഈ ഫോട്ടോ സൈഡിൽ ടിക്കറായിട്ട് വെച്ചിട്ടേ അതിൽ ആദരാഞ്ജലികൾ എഴുതിയാൽ മതി. എന്നിട്ട് ന്യൂസ് ആണെങ്കിൽ സ്ക്രോളിംഗ് ആയിട്ട് പോട്ടെ. ചേട്ടാ, നല്ല മഴയുണ്ടായിരുന്നല്ലേ? രാത്രി കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഈ ആഴ്ച കുറച്ച് ദിവസം മഴ കിട്ടി. അതുകൊണ്ട് കിണറ്റിലൊക്കെ വെള്ളമായി. റോഡിന്റെ അവസ്ഥ ദയനീയമാണല്ലോ ചേട്ടാ. നാട്ടുകാർ കൊള്ളൂലാഞ്ഞിട്ടാ റോഡ് പണിതിട്ടേ 4 മാസമായതേ ഉള്ളൂ. ഇവന്മാരൊക്കെ ചെയ്യേണ്ട എന്താണെന്നറിയോ? പോട്ടെ, ക്ഷമിക്ക് ചേട്ടായി. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് മോശാ സാറേ, വണ്ടി പോവില്ല. അപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങി നടക്കണോ അല്ലേ? വേറെ നിവൃത്തിയില്ല. കുഴപ്പമില്ല ചേട്ടായി. ഇരിക്കട്ടെ. ശരി സാർ. ശരി എന്നാൽ. ശാന്തനെ ഉണ്ട്. നേരത്തെ വന്നു. ഉണക്ക് ഫോണൊന്ന് വെച്ച്. മരിച്ചതേ ചെറുതോണി പഞ്ചായത്തിലെ ധീരജവാന. അവൻ നമ്മുടെ പാർട്ടി അനുഭാവിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് കുറച്ച് പൊടിപ്പും തെങ്ങലൊക്കെ ചേർക്കണം കേട്ടോ. അതായത് ധീരജവാന് UDP കണ്ണീരിൽ കുതിർന്ന എന്നോട് പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ പരേതന് എത്ര വയസ്സുണ്ട്? ദുഃഖം നന്നായിക്കോട്ടെ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നേരത്തെ വന്ന്.
പിന്നെ ഇവന്മാരുടെ കുറവാണ് ഇപ്പൊ ഇവിടെ. ഈ സെന്റിമെന്റ്സ് നമുക്ക് വോട്ടാക്കണം. ഈ ഡ്രസ് ഇട്ടോണ്ടാണ് കിടന്നുറങ്ങണേ. എപ്പോ വേണേലും വോട്ട് പിടിക്കാമല്ലോ. ആ കോശേ, ജോയി ചേട്ടനെ കൂടെ ഡിസൈൻ ചെയ്യിപ്പിച്ചു. പ്രിന്റ് അടിക്കാൻ വേണ്ടി മനോനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു. നാളെ രാവിലെ പഞ്ചായത്തിലെ മുക്കിലും മൂലയിലും വരെ ഫ്ലെക്സ് ഉണ്ടാവും. വാർത്തകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. എടാ, പത്രത്തിലെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. റെഡിയാക്കണ്ട. പിന്നെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ അറിയിച്ചു? ഇല്ല. അതെന്നാ പണി കാണിച്ച്? മരിച്ചവരെ സ്വന്തം വീട്ടുകാരല്ലേ ആദ്യം അറിയിക്കണ്ടേ? അവരല്ലയോ ആദ്യം അറിയണ്ടേ? അതെ, അപ്രതീക്ഷിത മരണങ്ങളൊന്നും അങ്ങനെ ഇടപെടിയെന്ന് പറയാൻ പറ്റും. ഒരു വിധത്തിൽ മയത്തിലേ പറയാൻ പറ്റും. ആയിക്കോട്ടെ, പക്ഷെ ഇനി ലേറ്റ് ആക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനം. തീരുമാനം ഞങ്ങളെ തീരുമാനം. ഞങ്ങളോ? ഞങ്ങളെ തീരുമാനം. ഇതൊരു മരണ വീടാ. ബോധത്തോടെ വർത്താനം പറയണം കഴുതാകളെ. എന്നാലും അവൻ്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഓർക്കായിരുന്നാ പോരാട്ടാ അല്ലേ? ആ, വെള്ളം ഒഴിച്ചായിരുന്നോടാ? കട്ടൻ ചായ അത്. ഓ, സാധനം മേടിക്കാൻ ജമാല് പോയിട്ടുള്ളോട്ടോ. ഇതിപ്പെങ്ങാനും ഊരമേട്ടാ. ഇതേ വെണ്ണയല്ല കടയായി. നന്നായില്ലെങ്കിൽ എന്റെ പേരാ പോണേ. പേര് കളയണ്ട. എന്നാന്നേ നിന്നോട് ബാറ്ററി ഇടാൻ പറഞ്ഞില്ലല്ലോ. മരണവീടല്ലേ, ഇച്ചിരി സ്ട്രോങ് ആട്ടേന്ന്. ആണോ? അടിപൊളി. മരണവീട് കലക്കും. കരണവാണ്ട് നായിക്ക് സൂക്ഷിച്ച് ഓരോ തുള്ളിയുടെ വില അറിയാലോ. അച്ചായ നിക്കണോടാ. വാടിയ ചെയ്യുമ്പോൾ പോലെ പോയി അല്ലേ? പാവം. ഒന്ന് കൊടുത്തു നോക്കട്ടെ. ചായ ചായ. ഇച്ചായ നിങ്ങനെ തളർന്നു നിൽക്കല്ലേ ചായ? ഒരു മരണവീടല്ലേ, ഒന്ന് ചാടി ചാടി നിൽക്ക ചായ. മഞ്ചലുമായി ഒന്നു നിൽക്കുമ്പോൾ മരണം അമ്മച്ചി എന്നാ ഉച്ചേ, എന്നെല്ലാരും കൂടി ഇവിടെ നിന്ന് ചായ കുടിക്കുന്നേ? അത് നീ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടി കാത്തിരുന്ന് വൈകിയപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചതാ. നിന്റെ അപ്പനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. രണ്ടെണ്ണം അടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ഞാൻ വ്യക്തമായി കേട്ടതാ. വ്യക്തമായി കേട്ട് സാമൂഹ്യ വർഗയാ എന്ന് ഫോൺ ഒന്നാണ് ഈ കോശ എല്ലായിടത്തും പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഇങ്ങനെ പറയാവോ കോശായ? അതും വെടിയുണ്ടകളുടെ നടുവിൽ നിന്ന് രാജ്യസേവനം നടത്തുന്ന പട്ടാളക്കാരനെ കുറിച്ച്. അതെ, നീ കൂടുതലും മുളകരക്കാൻ നിൽക്കണ്ട. എന്റെ നെഞ്ചത്തിടുവാ. നീങ്ങുവാ. പറ്റിപ്പോയടാ. എന്തായാലും മരിച്ചുപോയെന്ന് പറഞ്ഞ ഒരാൾ തിരിച്ചു വന്നു. എനിക്കത് മതി, സന്തോഷമായി. ചെല്ലേ. പോ മാഷെ. ഒരു ബോധമില്ലാത്തമാരാ. അവന്റെ തോക്കില്ലാത്ത ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വന്നല്ലേ? അതാരൊക്കെയാ ചായ? അത് എന്നെ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നേക്കാൻ വന്നവരാ. നീ വാ.